84-കാരിയായ ഭാര്യയാണ് 78-കാരനായ ഭർത്താവ് വെട്ടിക്കൊന്നത്. ഓമനെ ഭർത്താവ് കുട്ടപ്പൻ കിടപ്പുമുറിയിൽ വെച്ചാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. മകൾ സ്വപ്നയും ഭർത്താവും അടുത്ത മുറിയിൽ ഉറങ്ങിയിരുന്നു. എന്നാൽ കൊലപാതക വിവരം ഇവർ അറിഞ്ഞില്ല. കുട്ടപ്പൻ മറ്റൊരു മകളെ ഫോണിൽ വിളിച്ച് അമ്മയെ കൊന്നുകളഞ്ഞെന്ന് അറിയിച്ചു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് തലയ്ക്കും കഴുത്തിനും ആഴത്തിൽ വെട്ടേറ്റ നിലയിൽ ഓമനയെ കണ്ടെത്തിയത്. പോലീസ് എത്തി കുട്ടപ്പനെ കസ്റ്റഡിയിലെടുത്തു. വെട്ട് ഈ കഴുത്തിന് ഈ ഭാഗത്ത് ഒരു 4 ഇഞ്ചിൽ പുറത്തുള്ള നീളത്തിൽ വലിയ ആഴത്തിലുള്ള വെട്ടാണ്. റൂമിനകത്ത് തന്നെ വെട്ട് കത്തി കിടപ്പുണ്ട്, ഒരു ചെറിയ പിച്ചാത്തി കിടപ്പുണ്ട്. അങ്ങനെ വളരെ നമുക്കെല്ലാം ഒരു വിഷമം ഉണ്ടാകുന്ന രീതിയിലാണ് നടന്നിരിക്കുന്നത്. കശുവണ്ടി തൊഴിലാളിയായിരുന്നു മരിച്ച ഓമന. ജോലിയിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച പണം മറ്റൊരാൾക്ക് ഓമന കടമായി നൽകിയിരുന്നു. ഇതിന്റെ പേരിൽ ഓമനയും കുട്ടപ്പനും തമ്മിൽ തർക്കമായി. തർക്കം കയ്യാങ്കളിയിലെത്തി. അങ്ങനെ പ്രകോപിതനായ കുട്ടപ്പൻ ഓമനയുടെ കഴുത്തിലും തലയിലും വെട്ടി. ചോര വാർന്ന ഓമന കൊല്ലപ്പെട്ടു. കൊട്ടാരക്കര SHO ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള സംഘം തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.